ഹലോ അമ്മു, ഞാനേ ബിഹൈൻഡ് വുഡ്സിന്റെ മറ്റേ വീണയുടെ പരിപാടി. പക്ഷെ പ്രാങ്ക് കോൾ അല്ല, സ്ഥിരമായിട്ട് എന്നെയാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ അടുത്ത് ചോദിച്ചു വിളിച്ച ആദ്യം ഫോൺ എടുക്കുന്ന ആളാരാണ്. ഞാൻ പറഞ്ഞ ആ കാര്യത്തിൽ പക്ക നീ. അതെ, ടാസ്ക് ഉണ്ട്. ടാസ്ക് ചെയ്ത വീണ എന്തോ ഗിഫ്റ്റ് അവിടേക്ക് കൊറിയർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മധുര മനോഹര മോഹം 16-ാം തീയതി എന്തുകൊണ്ട് കാണണം എന്നുള്ള ഒരു 3 റീസൺ പറയൂ. ഒന്നാമത്തെ റീസൺ, സ്റ്റെഫി എന്ന് പറയുന്ന ആളെ നമുക്കൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടാണ് അറിയാവുന്നത്. അപ്പൊ സ്റ്റെഫി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആകാംക്ഷയും കൗതുകവും ഉണ്ടല്ലോ. അതായത് സ്റ്റെഫിക്ക് സ്റ്റെഫിയുടെ കോസ്റ്റ്യൂം പണി ഇത് ചെയ്തു തീർക്കാൻ സമയമില്ലാത്ത അത്രയും തിരക്കേറിയ ഒരു കോസ്റ്റ്യൂമറാണ് സ്റ്റെഫി. ആ സ്റ്റെഫി ആ സമയമില്ലാത്ത സമയത്ത് ഇത്രയും സമയം എടുത്ത് ഇങ്ങനെ ഒരു പടം ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി സംതിങ് ടു ഇറ്റ്. അപ്പൊ അതെന്താണ് എന്നറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. നമ്പർ 1. അതൊരാൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെൽക്കം സ്റ്റെഫി. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, രജീഷ ഇസ് വൺ ഓഫ് മൈ കണ്ടംപററി ആക്ടേഴ്സ് ഹൂം ഐ റിയലി ലൈക്ക്. അതിപ്പോ ഞാനും രജീഷയും ഭയങ്കര കമ്പനി ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നമ്മൾ കമ്പനി ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് രജീഷയുടെ വർക്ക് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കാരണം നല്ല ബുദ്ധിയുള്ള, ചിന്തിച്ച് അഭിനയിക്കുന്ന ഒരു നടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല പല സിനിമകളും ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഈ സിനിമ രജീഷ ചെയ്യണമെങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണും. രജീഷയുടെ അഭിനയം എനിക്ക് കാണാൻ ഇഷ്ടമാണ്. എനിക്ക് സ്ക്രീനിൽ രജീഷയുടെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അത് തീർച്ചയായിട്ടും ഒരു കാരണമാണ്. പിന്നെ മൂന്നാമത്തെ കാരണം, എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകം തോന്നി. അതായത് ഇപ്പൊ ഷറഫിനെ കാണിക്കുന്നുണ്ട്, രജീഷയെ കാണിക്കുന്നുണ്ട്, ആർഷയെ കാണിക്കുന്നുണ്ട്, സൈജുവിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷെ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ നമുക്കത് എനിക്ക് അറിയണം എന്നുണ്ട്. അതായത് എന്താണ് ലവേഴ്സ് ആണോ, സിബ്ലിങ്സ് ആണോ, എന്താ ഇവരുടെ സെറ്റപ്പ്? അപ്പം അതുകൊണ്ട് എനിക്ക് അറിയണം ഈ മധുര മനോഹര മോഹം എന്താണ്, ഇതില് മധുരം എന്താണ്, മനോഹരം എന്താണ്, മോഹം ആർക്കോടാണ്, അതൊക്കെ അറിയണം എന്നുണ്ട്. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. എന്റെ അഹാനെ ഇത് കാണാപ്പാടും പഠിച്ചു വെച്ചിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത്? ഞാൻ പറയാം ക്ലാസ്സിൽ ഫസ്റ്റാ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഞാനൊരു 50 രൂപയുടെ അഭിനയം തരും. നന്ദിയുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ അഹാനയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം സ്റ്റെഫിയോട്. എന്താണ് ആ ചോദ്യം? വീണ, പിന്നെ തംബ്നെയിൽ വെക്കാൻ ഞാൻ നല്ലൊരു ഫോട്ടോ കഴിഞ്ഞ ഇന്റർവ്യൂന്റെ വെക്കണ്ട ആൾക്കാർക്ക്. സന്തോഷം. എന്താ അറിയില്ല, തംബ്നെയിൽ വെക്കുക. അഹാനയുടെ തംബ്നെയിൽ വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ഐശ്വര്യ. അതുകൊണ്ട്